വെൽക്കം ടു എഡ്യു വാലറ്റ്. ഇംഗ്ലീഷ് പരീക്ഷയാണ്. ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് എന്തൊക്കെ പഠിക്കണം, ഏതൊക്കെ ചോദ്യങ്ങളാണ്, എല്ലാം അടങ്ങിയ ഒരു വീഡിയോ ആണ് ഇത്. ഇനി ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ ഫുള്ള് ബയോളജിക്ക് വീഡിയോ ഇട്ടില്ല എന്നുള്ള കംപ്ലയിൻസ് ആവുമെന്ന് എനിക്കറിയാം. അത് ഞാൻ ആദ്യമേ നിങ്ങളോട് സോറി ചോദിക്കുന്നു. കാരണം എനിക്ക് ബയോളജി അറിയില്ല. ഞാൻ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻ്റ് ആയിരുന്നു. നമ്മൾ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഇംഗ്ലീഷും ഒക്കെ നമ്മൾ ക്ലാസ്സുകളും വീഡിയോസും ഇടും. ഉറപ്പുള്ളത് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരും. പക്ഷേ ബയോളജി ഒന്നും അറിയാത്ത ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ ബയോളജിക്ക് വേണ്ടി വീഡിയോസ് ഒന്നും ഇടാണ്ടിരുന്നത്. എല്ലാവരും അത് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. ഇപ്പം ഞാൻ ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ഒരു ചോദ്യം നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ എനിക്കറിയാം അത് വരാൻ ചാൻസ് ഉണ്ടെന്ന്. പക്ഷെ അങ്ങനെ ഉറപ്പുള്ള ബയോളജിയിൽ ഏതാണെന്ന് എനിക്കറിയില്ല. അപ്പം അങ്ങനെ ഞാൻ എന്തെങ്കിലും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എന്തെങ്കിലും വീഡിയോസൊക്കെ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തീരെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല ബയോളജിക്ക് നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുത്തുതരാൻ. അതുകൊണ്ടാണ്. അപ്പോൾ നെക്സ്റ്റ് ഇയർ തൊട്ട് എന്തായാലും നമുക്ക് ബയോളജിക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകൾ ഞാനല്ല, നമുക്ക് ബയോളജിക്ക് വേണ്ടിയുള്ള ഫാക്കൽറ്റി എടുക്കും. അതിനുള്ള സെറ്റിംഗ് ഞാൻ ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് അത്രയും വിഷമമായി. കാരണം ബയോളജിക്ക് ഒന്നും ക്ലാസ് ഇടാൻ പറ്റാത്തതിൽ ഒരുപാട് കുട്ടികളെ കമൻറ്റ്സ് ഞാൻ കണ്ടു. പക്ഷേ ഹെൽപ്ലെസ് ആണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് കേട്ടോ, എല്ലാവരും മനസ്സിലാക്കുക. സോ നമുക്ക് ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് വേണ്ടി എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഷുവർ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, എന്തൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്, അതെല്ലാം നമുക്ക് നോക്കാം. സോ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, 2 മാർക്കിന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്, 4 മാർക്കിന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരാൻ ചാൻസ് ഉള്ളത്, 6 മാർക്കിന് ചോദ്യങ്ങൾ, 8 മാർക്കിന് ചോദ്യങ്ങൾ, അങ്ങനെ വരാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ നിർബന്ധമായിട്ട്, ഇപ്പോൾ നമുക്ക് ആകെ ഒരു ദിവസമാണ് ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് പഠിക്കാൻ ഗ്യാപ്പുള്ളൂ, നിങ്ങൾ എത്രയും വേഗം പഠിക്കാൻ തുടങ്ങുക. നാളത്തേക്ക് വെക്കേണ്ട, പരീക്ഷയുടെ തലേ ദിവസത്തേക്ക് വെക്കേണ്ട, എത്രയും വേഗം പഠിക്കുക. അതിനുവേണ്ടി നിങ്ങൾ ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് നിർബന്ധമായിട്ടും പഠിക്കേണ്ട ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഈ ഷുവർ ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറമേന്നോ എന്ത് ടഫ് ചോദ്യങ്ങൾ വന്നാലും നിങ്ങൾക്ക് ഈ പഠിച്ചിട്ടുള്ള ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും നിർബന്ധമായിട്ടും മാച്ച് ബോക്സ്, ഹോറിഗല്ലു, അമീഗോ ബ്രദേഴ്സ്, അവർ ഓഫ് ട്രൂത്ത്, പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ്, ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ്, ഇതിൻ്റെ എല്ലാം റിവ്യൂസ് പഠിച്ചു വയ്ക്കുക. കാരണം ഇതിൽ നിന്ന് എന്ത് ചോദ്യം വേണമെങ്കിലും ചോദിക്കാം. ഈ പാഠഭാഗത്തിൻ്റെ ഉള്ളിൽ നിന്ന് വല്ല ലൈൻസുകൾ തന്നിട്ടോ, നിങ്ങൾ ഒപ്പീനിയൻ എന്താ, റൈറ്റ് എ പാരഗ്രാഫ്, നിങ്ങൾ ഒപ്പീനിയൻ എന്താ, ആ ക്യാരക്ടറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ തോന്നി, അങ്ങനെ പല രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ എന്തൊക്കെ വന്നാലും നിങ്ങൾക്ക് ഈ പാഠത്തിൻ്റെയൊക്കെ റിവ്യൂ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റിവ്യൂ അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി, മാർക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഈ പാഠങ്ങളുടെയൊക്കെ റിവ്യൂസ് പഠിക്കുക. ഈ പാഠങ്ങളിൽ നിന്നൊക്കെ നമുക്ക് 4, 6, 8 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഇനി പോയംസ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കുന്നത് എനി വുമൺ, മെൻഡിങ് വാൾ, സ്റ്റാമർ ആൻഡ് റൈസ്, ഇതിൻ്റെയൊക്കെ ഒരു അപ്രിസിയേഷൻ പഠിച്ചു വയ്ക്കുക. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയുന്നത് റൈസ് എന്ന് പറയുന്ന പോയാണ്. റൈസിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്ന ഒരു പാഠഭാഗമാണ് റൈസ്. ഏറ്റവും വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ, ഒരു വെയിറ്റേജ് പോയം എന്ന് പറഞ്ഞാൽ റൈസാണ്. ഇനി ക്യാരക്ടർ സ്കെച്ചുകൾ നിങ്ങൾ മസ്റ്റായിട്ടും പഠിക്കേണ്ടത് നോമിത അജിത്, രത്ന, ഗ്രാൻഡ് ഫാദർ, സുധാമൂർത്തിയുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ ക്യാരക്ടർ സ്കെച്ച്, റോബർട്ട് ബാൾവിൻ്റെ ക്യാരക്ടർ സ്കെച്ച്, ഇവി ആൻഡ് ജോൺ, അതുപോലെ ഇർഫാൻ അലാം, ഷഹീൻ മിസ്ട്രി, ഇവരുടെയൊക്കെ ഒരു ക്യാരക്ടർ സ്കെച്ച് നിർബന്ധമായിട്ടും പഠിക്കുക. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ സ്കെച്ച് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട 6 ക്യാരക്ടർ സ്കെച്ച് എന്ന് പറഞ്ഞിട്ട് അതിൽ ഇവരുടെയൊക്കെ ക്യാരക്ടർ സ്കെച്ചുകൾ ഉണ്ട്. ഞാൻ താഴെ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് ജോയിൻ ചെയ്യുക. അതിൽ ഒരുപാട് കുട്ടികൾ ജോയിൻ ആവുന്നുണ്ട്, കുറച്ച് പേർക്കൊന്നും ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നും പറയുന്നുണ്ട്. ഞാൻ എന്തായാലും ലിങ്ക് കൊടുക്കാം, 2 വാട്സപ്പ് ഗ്രൂപ്പിൽ ലിങ്ക് കൊടുക്കാം. ഒന്നിൽ പറ്റുന്നില്ലെങ്കിൽ മറ്റേതിൽ ജോയിൻ ചെയ്യുക. അവിടെ ഞാൻ ഇതിൻ്റെയൊക്കെ ആൻസേഴ്സ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഞാൻ വീഡിയോസൊക്കെ ഇത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അത് കണ്ടാൽ മതി കേട്ടോ. ദെൻ എസ്സേസ് നിർബന്ധമായിട്ടും പഠിക്കേണ്ടത് ഡ്രഗ് അബ്യൂസിൻ്റെ, വിമൻസ് എംപവർമെൻറ്റ്, ഹോറിഗല്ലുവിൻ്റെ ഇമ്പോർട്ടൻസ്, ടീച്ചർ സ്റ്റുഡൻറ്റ് റിലേഷൻഷിപ്പിനെ കുറിച്ച്, ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് എന്ന് പറയുന്ന പാഠഭാഗത്തിൽ നിന്ന്, എൻവയോൺമെൻറ്റ് കൺസർവേഷൻ, എൻവയോൺമെൻറ്റ് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം, എൻവയോൺമെൻറ്റിൽ വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഡീഗ്രഡേഷൻ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചൊരു എസ്സേ പഠിക്കുക. then എൻ്റർപ്രണർഷിപ്പിനെ കുറിച്ചിട്ട്, അതായത് എന്താവണം ബിസിനസ്, ഒരു ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെ ഒരു ഓൺട്രപ്രണർഷിപ്പ് ആവാം, അതായത് ഇർഫാൻ അലാമിനെ കുറിച്ച് ബേസ് ചെയ്ത് ഓൺട്രപ്രണർഷിപ്പിനെ കുറിച്ച് വല്ല എസ്സേ ചോദിക്കാം. ഹോണസ്റ്റിയുടെ ഇമ്പോർട്ടൻസ്, അവർ ഓഫ് ട്രൂത്തിലെ വളരെ സത്യസന്ധനായിട്ടുള്ള വ്യക്തിയായിരുന്നു റോബർട്ട് ബാൾവിൻ. അവനെ ഹോണസ്റ്റിനെ കുറിച്ച്, കറപ്ഷൻ, അഴിമതിനെ കുറിച്ച്, കൈക്കൂലി കൊടുക്കുക,
വൈബ് കൊടുക്കുക, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് എസ്സേ ചോദിക്കാം. ഇത് എസ്സേ അല്ല, ഇത് ഈ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ ആർട്ടിക്കിൾ ആവാം, അല്ലെങ്കിൽ സ്പീച്ച് ആവാം, അല്ലെങ്കിൽ റൈറ്റ് എ പാരഗ്രാഫ് ആവാം. ചിലപ്പോൾ വുമൻസ് ഡേ ആണ്, വുമൻസ് എംപവർമെൻറ്റിനെ കുറിച്ച് റൈറ്റ് എ പാരഗ്രാഫ് അല്ലെങ്കിൽ റൈറ്റ് എ സ്പീച്ച്, അങ്ങനെ ഏത് വേണമെങ്കിലും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ എസ്സേ ചോദിച്ചാലും റൈറ്റപ്പ് ചോദിച്ചാലും ആർട്ടിക്കിൾ ചോദിച്ചാലും സ്പീച്ച് ചോദിച്ചാലും നിങ്ങൾക്ക് അതിലൊക്കെ കൊണ്ടുപോയിട്ട് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ ചോദിക്കാറുള്ള ടോപ്പിക്സ് കേട്ടോ. ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് ഫോർമാറ്റുകൾ പഠിച്ചു വെക്കണം. ഫോർമാറ്റ്സുകൾ, എല്ലാ ഫോർമാറ്റ്സുകൾ, ബ്ലർബ്, ബ്ലോഗ്, ഡിബേറ്റ്, സെമിനാർ റിപ്പോർട്ട്, ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, എല്ലാത്തിൻ്റെയും ഫോർമാറ്റ്സുകൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ കൊടുക്കാം. താഴത്തെ വാട്സപ്പ് ഗ്രൂപ്പിൽ എത്രയും വേഗം പോയി ജോയിൻ ചെയ്യുക. അതിലത്തെ വീഡിയോസ് ഓരോന്നോരോന്നായിട്ട് കാണാം. ദെൻ എഡിറ്റിംഗ് പഠിക്കണം. ഗ്രാമർ സെക്ഷൻസ് നമുക്ക് എന്തായാലും ഒരു 12 മാർക്കിന് ഗ്രാമർ സെക്ഷൻസ് ഉണ്ട്. എഡിറ്റിംഗ്, റിപ്പോർട്ട് സ്പീച്ച്, ഇഫ് ക്ലോസ്, ഇഡിയംസ്, ഫ്രേസൽ വെർബ്സ്, ഡയറക്റ്റഡ് ആയി എന്നിട്ട് ഇൻഡയറക്റ്റ് ആക്കുക, അല്ലെങ്കിൽ ഇൻഡയറക്റ്റിനെ ഡയറക്റ്റ് ആക്കുക. ഇതിൽ നിന്ന് ഒരു 3-4 ടോപ്പിക്സ് ഗ്രാമർ സെക്ഷൻസ് ഉണ്ടായിരിക്കും. ദെൻ റെസ്യൂമും ജോബ് അപ്ലിക്കേഷൻ നിർബന്ധമായിട്ടും പഠിക്കണം. റിപ്പീറ്റ് ചെയ്ത് തന്ന ചോദ്യമാണ്, 8 മാർക്കിന് ചോദ്യമാണ്. റെസ്യൂം അല്ലെങ്കിൽ ജോബ് അപ്ലിക്കേഷൻ ലെറ്റർ രണ്ട് സെയിം തന്നെയാണ്. ദെൻ നിങ്ങൾക്ക് പുറമേ നിന്നൊരു പോയിന്റ് തരും, അതിനെ കമ്പയർ ചെയ്യാൻ പറയും. കമ്പയർ ദ ഗിവൺ പോയിന്റ് വിത്ത് എനി വുമൺ. നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു പോയോ പുറമേ നിന്നൊരു പോയിന്റ് തന്നിട്ട് അതിൻ്റെ അപ്രിസിയേഷൻ കമ്പയർ ചെയ്യാൻ ചോദിക്കും. അപ്പോൾ പുറമേ നിന്നൊരു പോയിന്റ് തന്നാൽ അതിൻ്റെ അപ്രിസിയേഷൻ എങ്ങനെ എഴുതുക എന്നുള്ളത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. താഴത്തെ വാട്സപ്പ് ഗ്രൂപ്പിൽ കൊടുക്കാം. ദെൻ അനൗൺസ്മെൻറ്റ്, സിമ്പിളായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കി വയ്ക്കുക. അനൗൺസ്മെൻറ്റ് എങ്ങനെയാണ് കോമൺ ആയിട്ട് കുറച്ച് കോമൺ അനൗൺസ്മെൻറ്റുകൾ നോക്കി വയ്ക്കുക. പ്രൊഫൈൽ എങ്ങനെ എഴുതുക, ഇൻ്റർവ്യൂസ് എങ്ങനെ നോക്കുക. അത് +1 ആണ്, എന്നിരുന്നാലും +2ലും വരാൻ ചാൻസ് ഉണ്ട്. ചില ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഇതൊക്കെ കണ്ടിട്ടുണ്ട്. ഇതിന് കുറച്ച് ഇമ്പോർട്ടൻറ്റ് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കണം. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ ഈ 10 ചോദ്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ടും പഠിക്കണം. ഈ 10 നിങ്ങൾ നിർബന്ധമായിട്ടും ഇന്നും നാളൊക്കെ ഇരുന്ന് പഠിക്കുക. ഇനി ഒരു +2 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ താഴത്തെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ജോയിൻ ചെയ്യാൻ മറക്കണ്ട. ഇത് നമ്മൾ വരുന്ന വീഡിയോസ്, നമ്മൾ ഇടാൻ പോകുന്ന വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരാൻ സാധ്യതയുള്ള എല്ലാ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ഗ്രാമർ സെക്ഷൻസ്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല 12 മാർക്കിന് ഗ്രാമർ, അതിൻ്റെ ഗ്രാമർ ക്വസ്റ്റ്യൻസുകളെല്ലാം ബേസിക് ആയിട്ടുള്ള ഗ്രാമർ സെക്ഷൻസ് എല്ലാം പറഞ്ഞ് ഗ്രാമറിൻ്റെ ഒരു വീഡിയോ വരുന്നുണ്ട്. അതേപോലെ തന്നെ പുറമേന്ന് ചോദിക്കാവുന്ന, അതായത് നമ്മൾ പ്രതീക്ഷിക്കാതെ പുറമേന്ന് ചോദിക്കാവുന്ന ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് അതിൻ്റെ വീഡിയോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 6 ക്വസ്റ്റ്യൻസ്, കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു 6 ക്വസ്റ്റ്യൻസ്, ഇങ്ങനെയുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരോടും നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ആക്കി വയ്ക്കാൻ പറയുക. മാത്രമല്ല ഒരു ദിവസം 3 വീഡിയോസേ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഞാൻ എന്തായാലും ഇന്നും നാളെയായിട്ടൊക്കെ 4-5 വീഡിയോസൊക്കെ ഇടും. അപ്പോൾ നിങ്ങളതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, താഴത്തെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഒരു വീഡിയോ ഇട്ടാൽ അപ്പം തന്നെ ഞാൻ ആ വാട്സപ്പ് ഗ്രൂപ്പിലിടും. അപ്പോൾ നിങ്ങൾക്ക് വേഗം അറിയാനായിട്ടും പറ്റും. അപ്പോൾ മാത്രമല്ല ചെറിയ ചെറിയ ഇമ്പോർട്ടൻറ്റ് PDF-കളൊക്കെ നമ്മൾ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. സോ ഒരു +2 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. 8 ക്വസ്റ്റ്യൻസ്, ആദ്യത്തെ 8 ക്വസ്റ്റ്യൻസ് 1 മാർക്കാണ്, 8 എണ്ണം എഴുതണം. അത് സാധാരണ ചോദിക്കുക നിങ്ങൾ പഠിക്കുന്ന ഏതെങ്കിലും 2 പോയിംസിൽ നിന്ന് 4 വെച്ചിട്ട് ഓരോ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏതെങ്കിലും ഒരു പാരഗ്രാഫ്, പഠിക്കാനുള്ള ഏതെങ്കിലും ഒരു പാഠം, അതിനൊരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൽ നിന്നും ചോദിക്കാം. അങ്ങനെ 8 മാർക്ക് കൺഫേം ആണ്, അത് എഴുതിയേ പറ്റൂ. അടുത്തത് ഒരു 3 ക്വസ്റ്റ്യൻസ് 2 മാർക്കിലുണ്ട്, 6 മാർക്ക് അപ്പം തന്നെ ആയി. 2 മാർക്കിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാനൊരു വീഡിയോ പോലെ ചെയ്യുന്നുണ്ട്. ചോദിക്കാൻ സാധ്യതകൾ ഇതൊക്കെയാണ്. ഗുഡ് ഫ്രണ്ട്സ് മേക്ക് ഗുഡ് നെയ്ബർ, അതെന്താണ് ഉദ്ദേശിക്കുന്നത്, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. വുമൻസിനെ മാച്ച് ബോക്സിനോട് കമ്പയർ ചെയ്യാൻ കാരണം എന്താണ്, 2 മാർക്ക് ചോദിക്കാം. ടൈറ്റിൽ ആപ്റ്റ് ആണോ, അവർ ഓഫ് ട്രൂത്ത് എത്രത്തോളം ടൈറ്റിൽ ആപ്റ്റ് ആണ്. ക്രൈം ആൻഡ് പണിഷ്മെൻറ്റിൻ്റെ ടൈറ്റിൽ എങ്ങനെയുണ്ട്, ആ ടൈറ്റിൽ ആപ്റ്റ് ആണോ, അതിനെക്കുറിച്ച് 2 മാർക്ക് ചോദിക്കാം. റിപ്പോർട്ട് സ്പീച്ച് 2 മാർക്കിലാണ് ചോദിക്കാറുള്ളത്. ഇഫ് ക്ലോസ് 2 മാർക്കിന് ചോദിക്കാറുണ്ട്. ക്രൈം ആൻഡ് പണിഷ്മെൻറ്റിൽ നല്ല ഹ്യൂമറാണ്, അതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾ ഒപ്പീനിയൻ, ഹ്യൂമർ ഇൻ ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ്. ഡിബേറ്റ് ഒരു സപ്പോർട്ട് ചെയ്തിട്ടോ എഗെയിൻസ്റ്റ് ആയിട്ടോ ആർഗ്യുമെൻറ്റ്സ് 4 എഴുതുക, 2 മാർക്ക് ചോദിക്കും. ഹോറിഗല്ലുവിനെ കുറിച്ച് എന്തെങ്കിലും, എന്താണ് ഹോറിഗല്ലു എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, 2 മാർക്ക് ചോദിക്കാം. പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏതെങ്കിലും ഒരു പോയത്തിൽ 2 ലൈൻ തന്നിട്ട് ഇലാബറേറ്റ് ദ ലൈൻ, ആ ലൈൻ ഒന്ന് ആശയം വ്യക്തമാക്കുക എന്നൊക്കെ ചോദിക്കാം. പിന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് സ്പീച്ച് വന്നിട്ട് ഇൻഡയറക്റ്റ് ആക്കാൻ അല്ലെങ്കിൽ ഡയറക്റ്റ് ആക്കാൻ 2 മാർക്ക് ചോദിക്കും. ഫ്രേസൽ വെർബുകൾ വെച്ച് ഫില്ല് ചെയ്യാൻ. അപ്പോൾ ഈ ഗ്രാമർ സെക്ഷൻസുകൾ 2 നമുക്ക് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ഭാഗത്ത് വരാറുണ്ട്.
അപ്പോൾ ഇതൊക്കെയാണ് 2 മാർക്ക് നിങ്ങൾ നോക്കേണ്ടത്. അതിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ അത് നിർബന്ധമായിട്ടും കാണാം. ഈ ഉത്തരങ്ങളൊക്കെ ഞാൻ അതിൽ ഉൾപ്പെടുത്താം കേട്ടോ. ഇനി 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൽ വരാൻ സാധ്യതയുള്ളത് അനൗൺസ്മെൻറ്റ് ചോദിക്കാം. ഒന്നെങ്കിൽ അവർ ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന പ്ലേ നിങ്ങൾ സ്കൂളിൽ നടക്കാൻ പോകുന്നു, അനൗൺസ്മെൻറ്റ്. അല്ലെങ്കിൽ അമിഗോ ബ്രദേഴ്സിൻ്റെ ക്ലൈമാക്സിൻ്റെ അനൗൺസ്മെൻറ്റ്, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടിങ് അനൗൺസ്മെൻറ്റ് ചോദിക്കാം. അതൊന്നും അല്ലെങ്കിൽ പുറമേ ഫിഫ വേൾഡ് കപ്പ് നടക്കുകയാണ്, അതിൻ്റെ അനൗൺസ്മെൻറ്റ്, അങ്ങനെ ഏത് വേണമെങ്കിലും ചോദിക്കാം. ദെൻ പോയം അപ്രിസിയേഷൻ പഠിച്ചു വയ്ക്കുക. 4 മാർക്കിന് ഏതെങ്കിലും ഒരു പോയത്തിൻ്റെ, ചിലപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഏതെങ്കിലും ഒരു പോയം, സ്റ്റാമർ, റൈസ്, അതിലെന്തെങ്കിലും സംഭവങ്ങളൊക്കെ നമുക്ക് പറഞ്ഞുതരും. റൈസിൽ ഇന്ന കാര്യങ്ങളൊക്കെ പറയുന്നു, സോ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താ, അപ്പോഴൊക്കെ നമ്മൾ അപ്രിസിയേഷനാണ് എഴുതുക. സോ പോയംസിൻ്റെ അപ്രിസിയേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് 4 മാർക്കിന് ചോദിക്കാറുണ്ട്. ഇമെയിൽ എഴുതാൻ ഒന്നെങ്കിൽ ഇർഫാൻ അലാമിനെ കൺഗ്രാജുലേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഷഹീർ മിസ്ട്രിക്ക് കൺഗ്രാജുലേറ്റ് ചെയ്ത് വല്ല ഇമെയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് 4 മാർക്കാണ് ചോദിക്കുക. ഡിബേറ്റ്, വുമൻസ് എഡ്യൂക്കേറ്റ് ചെയ്യണം, നിങ്ങൾക്ക് അതിനെ സപ്പോർട്ട് ചെയ്ത് 4 ആർഗ്യുമെൻറ്റ്സ് ചെയ്തു, 4 മാർക്കിന് ചോദിക്കാം. അല്ലെങ്കിൽ എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തിട്ട് ഏത് ടോപ്പിക്ക് വേണമെങ്കിലും തന്നിട്ട് 4 മാർക്കിന് ചോദിക്കാം. ദെൻ എഡിറ്റിങ് 4 മാർക്കിന് ചോദിച്ച് വരുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ മോഡൽ എക്സാമിനൊക്കെ എഡിറ്റിങ് 4 മാർക്കിന് ചോദിച്ച്, ക്യാരക്ടർ സ്കെച്ചും 4 മാർക്കിനോ 6 മാർക്കിനും ചോദിക്കാം, 4 മാർക്കിനും ചോദിക്കാം. അതിൽ റോബർട്ട് ബാൽവിൻ, നോമിത, ദെൻ നോമിത, ഇ വി ജോൺ, ഗ്രാൻഡ് ഫാദർ, അതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഹോറിഗലുവിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചൊരു പാരഗ്രാഫ് 4 മാർക്ക്. ബ്ലോഗോ ബ്ലേബോ 4 മാർക്കിലാണ് ചോദിക്കാറുള്ളത്. ഇതിൻ്റെയൊക്കെ ഫോർമാറ്റ്, എന്താ ബ്ലോഗ്, എന്താ ബ്ലേബ്, കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞിരുന്ന എല്ലാ ഫോർമാറ്റുകളും വിത്ത് എക്സാമ്പിൾസ് പറഞ്ഞിരുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്, നിർബന്ധമായിട്ടും കാണാം കേട്ടോ. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രൊഫൈൽ നോക്കണം. ബ്ലേബ് ചിലപ്പോൾ 6 മാർക്കിന് നിങ്ങൾക്കൊരു ബുക്കിൻ്റെ എല്ലാ സംഭവങ്ങളും തരും, അത് ചിലപ്പോൾ ബ്ലേബ് എഴുതാൻ ചോദിക്കാറുണ്ട് 6 മാർക്കിന്. പോയംസ് അപ്രിസിയേഷൻസ് ചിലപ്പോൾ 6 മാർക്കിനും ചോദിക്കാം. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ബാങ്ക് കൊളാഷ്ഡായി അല്ലെങ്കിൽ ബാങ്ക് കൊളാപ്സ്ഡായി അതിനെക്കുറിച്ചൊരു, അല്ലെങ്കിൽ മാച്ച് ബോക്സ് അമീഗോ ബ്രദേഴ്സിൽ ഫൈറ്റ് നടന്നു, അതിനെക്കുറിച്ച് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചോദിക്കാം. സ്പീച്ച് ചോദിക്കാം, വുമൻസ് ഡേ ആണ്, അല്ലെങ്കിൽ ഡ്രഗ് അബ്യൂസിനെ കുറിച്ച് സ്പീച്ച്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ കുറേ ആർട്ടിക്കിൾസ് 6 മാർക്കിന് ചോദിക്കാം. ഇനി 8 മാർക്കിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ചോദിക്കുക. ഇത് 3 എണ്ണമാണ്. ഇത് 3 എണ്ണം തന്നെ ചോദിക്കാറുള്ളൂ. ഒന്ന് റെസ്യൂം അല്ലെങ്കിൽ ജോബ് അപ്ലിക്കേഷൻ ലെറ്റർ 8 മാർക്കിന് ചോദിക്കും. ആർട്ടിക്കിൾ എസ് ഞാൻ പറഞ്ഞ ടോപ്പിക്കുകളൊക്കെ ഉണ്ടല്ലോ, ഡ്രഗ്, വുമൻസ് എംപവർമെൻറ്റ്, ഹോണസ്റ്റി, കറപ്ഷൻ, ആർട്ടിക്കിൾ എസ് ചോദിക്കാറുണ്ട് 8 മാർക്കിന്. കമ്പയർ ദ പോയം 8 മാർക്കിന്. അപ്പോൾ ഇതിൽ കുറേ ടോപ്പിക്സൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. താഴെയുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഷുവർ ക്വസ്റ്റ്യൻസ് ഒന്നും പഠിക്കാൻ മറക്കണ്ട. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോസ് വരുന്നുണ്ട്, പുറമേ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ വരുന്നുണ്ട്. 6 മാർക്കിൻ്റെ മെയിൻ പ്രധാനപ്പെട്ട ഒരു 6 ചോദ്യങ്ങൾ റിപ്പീറ്റ് ചോദിക്കുന്ന 6 എണ്ണം, ഗ്രാമർ ക്വസ്റ്റ്യൻസ്, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, പിന്നെ എല്ലാം കൂടി ക്ലബ് ചെയ്ത് ഇപ്രാവശ്യം വരാൻ സാധ്യതയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്ത് നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടതെല്ലാം ഇതിലുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോയൊക്കെ നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ ഇന്നും നാളെയായിട്ടൊക്കെ വീഡിയോസ് ഉണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ ഓണാക്കി വയ്ക്കുക, അപ്പോൾ നിങ്ങൾ അറിയാൻ പറ്റുള്ളൂ. താഴെയുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷിന് വേണ്ടിയുള്ള മാക്സിമം വീഡിയോസ് ഞാൻ ചെയ്യാം. ഇനി ബയോളജി എന്തായാലും നമുക്ക് ഇടാൻ പറ്റിയില്ല, അപ്പോൾ നിങ്ങളതെല്ലാവരും ഒന്ന് ക്ഷമിക്കുക. നമുക്കിനി ഇംഗ്ലീഷ് അടിപൊളിയായിട്ട് പരീക്ഷ എഴുതി A+ ഒക്കെ നമുക്ക് വാങ്ങാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.